ഹലോ, വെൽക്കം ടു സിംപ്ലി സി. എല്ലാവരും സുഖമായിരിക്കുമല്ലേ? നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക്സ് ബിരിയാണിയാണ്. ബിരിയാണി എന്ന് പറയുമ്പോൾ അത്രയും ഹെവി അല്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള അരി അടുപ്പത്തേക്കാക്കാം. അതിൻ്റെ കൂടെ ഒരു കറുവാപ്പട്ട, 4 ഗ്രാമ്പു, 2 ഏലക്ക ഇത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതവിടെ കിടന്ന് വേകുന്ന ടൈം തന്നെ നമുക്ക് സോയയിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കാം. കുതിർന്ന സോയ ചങ്ക്സ് നന്നായിട്ട് കഴുകി അത് നല്ലോണം പിഴിഞ്ഞെടുക്കാം. വലിയതാണെങ്കിൽ ഇതേപോലെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. 3 പച്ചമുളക്, ഒരു ഹാഫ് ക്യാപ്സിക്കം, 2 ക്യാരറ്റ്, 2 സവാള, 2 തക്കാളി ഇത്ര മതിയാവും. ഇതെല്ലാം കൂടി ആദ്യം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് സോയയിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു മാഗി ക്യൂബും കൂടെയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, മാഗി ക്യൂബിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഒന്ന് ചതച്ചെടുത്ത ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഈ ടൈം തന്നെ നമ്മൾ ഇട്ടേക്കുന്ന ബിരിയാണി അരിയുടെ വേഗം അനുസരിച്ചിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ അത് ഊറ്റി വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത സോയ ഇനി മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണെന്ന് നമ്മൾ എടുക്കുന്നത്. ഏത് റീഫൈൻഡ് ഓയിലും എടുക്കാം, വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. 4 മുതൽ 5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 5 വെളുത്തുള്ളി നീളത്തിന് മുറിച്ചത് ചേർത്ത് കൊടുക്കണുണ്ട്. വെളുത്തുള്ളിയുടെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. 2 സവാള, കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ സവാള വഴറ്റാൻ ശ്രമിക്കണം. നമുക്ക് ഒരുപാട് ഇത് വെന്ത് കുഴയേണ്ട കാര്യമില്ല. സവാള അല്പം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ വെജീസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട് സവാള നമ്മൾ ചേർത്ത് കൊടുത്തിട്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ഒന്നിച്ചൊന്ന് വഴഞ്ഞു വരട്ടെ. കൂട്ടത്തിൽ തന്നെ 3 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കണം ഈ സമയം. മറ്റൊരു പാൻ കൂടി അടുപ്പത്തേക്ക് വെച്ച് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം. മാരിനേറ്റ് ചെയ്ത സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനാണ്. തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് വറുത്തെടുക്കണം. അലുമിനിയം പാത്രമൊക്കെ ആകുമ്പോൾ അടിക്ക് പിടിക്കും, അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് മാത്രം ഫ്രൈ ചെയ്താൽ മതിയാവും. ആവശ്യമാണെങ്കിൽ സോയ ഒരുപാട് ഡ്രൈ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിച്ച് കരിഞ്ഞു പോകാണ്ടിരിക്കാനാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന 2 തക്കാളിയും ക്യാപ്സിക്കവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയും ക്യാപ്സിക്കവും കൂടിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കുന്നത് മതിയാക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ലെവൽ ചെയ്തിട്ട് അതിന് മേലേക്ക് നമുക്ക് ചോറ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ആ ചോറും ചേർത്ത് കൊടുക്കാം. പകുതി ചേർത്ത് കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള ചോറും കൂടി ചേർത്തിട്ട് അടപ്പിട്ടടയ്ക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് സിമ്മിലിട്ടേക്കാം. ഈ ഫ്ലേവേഴ്സ് എല്ലാം കൂടി ചോറിൽ ഇറങ്ങുന്നതെന്നാണ് നമ്മളിങ്ങനെ സിമ്മിലിട്ടേക്കുന്നത്. സ്റ്റവ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ നിന്ന് കുറച്ച് ചോറ് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ചോറും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കുമ്പോൾ ഒരു മണം അടിക്കും. മോനെ, ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് ആണോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അമ്മാതിരി ഒരു മണമാണ്. സെർവിങ് ബൗളിലേക്ക് ഇനി മാറ്റാം. മണം അടിച്ച് കുഞ്ഞുങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ വിളമ്പി കൊടുക്കുവാണ്. ചോറിനൊപ്പം 1 ടീസ്പൂൺ ചാമ്പയ്ക്ക അച്ചാറും കുറച്ച് പരിപ്പും കൂടി ചേർത്താണ് കഴിച്ചത്. സ്കൂളിലൊക്കെ വേഗം തന്നെ തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാത്തവർക്കൊന്ന് ചെയ്ത് നോക്കണേ.
നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈസി റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.